റിനോവേഷനും മെയിൻ്റെനൻസ് വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. കാരണം എന്താ? ഈ പൊടി വഴുക്കൊക്കെ കാരണം വീട് ഫുൾ അലങ്കോലം പിടിച്ച് കിടക്കുക. പിന്നെ ഇത് ഞങ്ങൾ തന്നെ ക്ലീൻ ചെയ്യാനാണെങ്കിൽ ഒട്ടും ഒതുങ്ങുന്നുമില്ല. അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പ്രൈം ഫെസിലിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഡീപ്പ് ക്ലീനിങ് സർവീസിനെ പറ്റി കാണുന്നത്. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, ഉടനെ തന്നെ ഇവരുടെ DME കയറി മെസ്സേജ് ചെയ്തു. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റിൽ തന്നെ നോക്കി നമുക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ ദിവസം തന്നെ ഏർലി മോർണിംഗ് ഇവരെത്തി സർവീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യാതെ ഇവരാദ്യം മുകളിലത്തെ ഫ്ലോറാണ് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയത്. ആ ഫ്ലോറിൻ്റെ ഷൈനിങ് കാണുമ്പോഴേ അറിയാം എന്തുമാത്രം ഡീപ്പായിട്ടാണ് ഇവർ ക്ലീനിങ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യാതെ സൈഡിൽ കിടന്നിരുന്ന ഈ കസേരയൊക്കെ ഓരോ പാർട്സായിട്ട് അഴിച്ചു മാറ്റി ഇവർ ക്ലീൻ ചെയ്തു. അങ്ങനെ ഓരോ റൂമിലെയും ബെഡൊക്കെ ക്ലീൻ ചെയ്ത് സൈഡിൽ വെച്ചതിന് ശേഷം കട്ടിലൊക്കെ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ബാത്റൂം, ഷെൽഫ്, കബോർഡ്സ്, പ്രെയർ ഏരിയ, അങ്ങനെ നമ്മുടെ കണ്ണെത്താത്ത ഏത് മുക്കിലും മൂലയിലും ഇവർ ക്ലീൻ ചെയ്ത്. എന്നെ ഏറ്റവും അധികം ഫാസിനേറ്റ് ചെയ്തത് ഈ ഒരു സർഫസ് സ്ക്രബിംഗ് ആയിരുന്നു. കാരണം നമ്മൾ എത്രയൊക്കെ ഫ്ലോർ ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാലും ഇവർ ഈ ഒരു മെഷീൻ കൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഒന്നും കിട്ടില്ല. ലിവിംഗ് ഹാളിലെ ക്ലീനിങ് കഴിഞ്ഞ് നെക്സ്റ്റ് ഇവർ കിച്ചണിലെ കബോർഡ് മുതൽ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങൾ വരെ വളരെ നല്ലപോലെ ക്ലീൻ ചെയ്ത് തന്നു. ഞങ്ങൾക്ക് കിച്ചൺ ചിമ്മിനി ഇല്ലാത്തതുകൊണ്ട് തന്നെ കിച്ചണിലെ കബോർഡ്സ് എല്ലാം വളരെ കറ പിടിച്ചിരിക്കുകയായിരുന്നു. ഒരു ഇത്തിരി എഫേർട്ട് ഇട്ടിട്ടാണെങ്കിലും നമ്മുടെ പ്രൈം ഫെസിലിറ്റി മാനേജ്മെന്റ് അതൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് തന്നു. ഇതിന്റെ എല്ലാം ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരുടെ സർവീസിന്റെ ക്വാളിറ്റി. അപ്പോൾ ലേറ്റ് നൈറ്റ് ആയിട്ട് നല്ല ആത്മാർത്ഥതയോടെ ഫുൾ ക്ലീനിങ്ങും കംപ്ലീറ്റ് ചെയ്തിട്ടായിരുന്നു ഇവരെല്ലാവരും പോയത്. ഇനി ഓണമൊക്കെ വരെയല്ലേ, നമ്മുടെ വീടൊക്കെ ഒന്ന് മിനുക്കിയെടുക്കാൻ കോൺടാക്ട് ചെയ്യൂ പ്രൈം ഫെസിലിറ്റി മാനേജ്മെന്റ് സർവീസിനെ.